ഹായ് വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് മാളു സ്റ്റോറീസ് എന്ന് ഇരുന്നൊക്കെ സംസാരിക്കുന്നത്? മറ്റൊന്നല്ല, നമ്മുടെ ഹയാമീനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഓൾമോസ്റ്റ് ഇത് ഇറങ്ങി ഒരു 2 days കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് റിപ്ലൈസും അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ്സും വന്നൊരു ക്രീമാണ് നമ്മുടെ ഹയാമി എന്ന് പറയുന്നത്. സോ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആളുകളല്ല നെഗറ്റീവ്സ് പറഞ്ഞത്, അത് ആദ്യമേ എടുത്ത് പറയുകയാണ്. സോ ഈ ഒരു ഹയാമി എന്താണെന്ന് ചോദിച്ച ആളുകളുണ്ട്. ഹയാമി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു ബ്രാൻഡാണ്. സോ ഈ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഹയാമീൻ്റെ സ്കിൻ വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ ഫേസ് ക്രീം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം ഇറക്കിയ ആ ഒരു പ്രൊഡക്റ്റ്. ദെൻ ഈ ഹയാമിയിൽ ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ആകാൻ പോവാണ്. നെക്സ്റ്റ് നമ്മളൊരു ഇലക്ട്രിക് ഉപകരണമാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഈ വീക്ക് തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യും പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങി ഒരു 2 ദിവസം കൊണ്ട് മിനിമം 60 പ്രോഡക്റ്റ്സ് എൻ്റെ അടുത്ത് ഷിപ്പിംഗ് പോയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് മേ ബി അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, എൻ്റെ മാറ്റം കണ്ടിട്ടാവും ആദ്യം തന്നെ പെട്ടെന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. സോ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം വിശ്വസിച്ച് ഓക്കെ നിങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിച്ചു, യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്താൽ ഒരു 5 days ആയപ്പം തന്നെ ഇതിൻ്റെ കമൻറ്റ്സ് എന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് സ്റ്റോറി വെക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്സും റിവ്യൂസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വെളുത്തിട്ട് പാറും എന്നതിലുപരി ഞാൻ പറയാണ്, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോന്നാണ്. സോ കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും, ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, പല ടൈപ്പ് സ്കിൻ ഉണ്ടാവും. ഈ സ്കിന്നൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആകണം. ഇപ്പോൾ ഒരു ഓയിലുള്ള ആൾക്കാർക്ക് അവർ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ഈസിലി ആയിട്ട് അവർക്ക് അതൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അനുസരിച്ചുണ്ടാവും. അപ്പോൾ പല ആളുകൾക്കും ജോലി തിരക്ക് കാരണമൊന്നും ഒരു സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോപ്പർ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരീരത്തിലേക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഡെയിലി നമ്മളത് റൊട്ടീനാക്കി ചെയ്ത് പോകണം. കാരണം ഇപ്പം എനിക്ക് ഏജ് 21 ഒരു 30-35 ഏജ് ആകുമ്പോഴേക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി മീൻസ് അത്യാവശ്യം ഒരു ചുളിവൊക്കെ വരാത്ത രീതിയിലുള്ള നല്ലൊരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഏജുള്ള കുട്ടികളാണെങ്കിലും ഇനി ഇപ്പം 30-35 ആയ ആളുകളോട് ഞാൻ പറയുകയാണ്, സ്കിൻ കെയർ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നതെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഹയാമി ഞാൻ പറഞ്ഞു 9 ദിവസം കൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വ്യക്തി ഒരു ബോട്ടിൽ മൊത്തം യൂസ് ചെയ്യണം. സോ മൊത്തം യൂസ് ചെയ്യുന്ന സമയത്ത് 9 ദിവസം കൊണ്ട് തന്നെ ആൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഈ ഒരു ക്രീമിൻ്റെ. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കിഡ്നിയും വൃക്കയും ഒക്കെ അടിച്ചു പോകുന്ന ഈ ഒരു ക്രീം വിപണിയിലേക്ക് ഇറക്കുക, ലാഭ താല്പര്യത്തിന് വേണ്ടി ക്രീം വിപണിയിലേക്ക് ഇറക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യാൻ നാണമില്ലേന്ന് ചോദിച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ള ഉറപ്പിച്ചാണ്. അങ്ങനെ ഞാൻ ആ ഒരു ലാഭ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ കമൻറ്റ് എനിക്ക് മൈൻഡ് ചെയ്യാതെ വിടാം. നമ്മളതൊരു സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ കയറി നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അകത്ത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ പുള്ളിക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പുക വലിക്കുമോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, എന്താണെന്ന് ചോദിച്ചു. കാരണം നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പുക വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മളെ കിഡ്നി പോകും, അല്ലെങ്കിൽ കരൾ രോഗം അല്ലെങ്കിൽ ക്യാൻസർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വരും കണ്ടിന്യൂസ്ലി നമ്മളത് യൂസ് ചെയ്താലെന്നറിയാം. എന്നിട്ടും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും അത് വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ആളുകൾ അത് വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇടനിലക്കാരിലൂടെയൊക്കെ അത് പല സ്ഥലങ്ങളിലും സപ്ലൈ ആയി ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ അത് അവരുടെ ചോയ്സാണ്. സോ എന്നോട് പറഞ്ഞ ചേട്ടനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റ് ഒരിക്കലും ഒരാൾ പറഞ്ഞു കേട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റിൻ്റെ രീതിയിലോ അല്ല ഞാനിത് ഒരു പെയ്ഡ് പ്രൊമോഷൻ്റെ രീതിയിലോ അല്ല പ്രൊമോട്ട് ചെയ്തത്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്ത് എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യണോ വേണ്ടതും എൻ്റെ ചോയ്സാണ്. സോ നിങ്ങളുടെ ചോയ്സ് അല്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു കിഡ്നിയും വൃക്കയും പോകുന്നൊരു ഒരു ക്രീമാണെങ്കിൽ, മരുന്നല്ല, ഒരു ക്രീമാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യില്ല. സോ അതെല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യാൻ നിൽക്കില്ല. ഇന്ന് എൻ്റെ ഫാമിലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അമ്മ, അനിയത്തി, അച്ഛനടക്കം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യൂല. അങ്ങനെ കിഡ്നിയും വൃക്കയും അടിച്ചു പോകുന്ന മരുന്നാണെങ്കിൽ, അല്ല ക്രീമാണെങ്കിൽ. അപ്പം
ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തിട്ട് ഈ പാൽപ്പേടൻ്റെ നിറവും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, ടാൻഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെയുള്ള സ്കിന്നിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ മാത്രമാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ സ്കിന്ന് കണ്ട ഓൾമോസ്റ്റ് ഒരുപാട് പേരാണ് ഇപ്പോൾ എനിക്ക് ഓർഡർ തരുന്നത്. നേരിട്ട് കണ്ടുള്ള ആൾക്കാർ, നല്ല ചേഞ്ച് ഉണ്ട് ഫേസിന് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരിക്കലും നിങ്ങളെ കിഡ്നിയും വൃക്കയും ഒക്കെ അടിച്ചു പോകുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെ, എൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കില്ല. കാരണം അത് എന്നെ തന്നെ നാളെ ബാധിക്കുന്നു, അത്ര വിവരമില്ലാത്ത കുട്ടിയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയില്ല. പിന്നെ ഈ കമൻറ്റ് വരുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ ഈ ഫേക്ക് ഇൻസ്റ്റ ഐ ഡിയിലൂടെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാൻ കുറച്ചും കൂടി ഈസിലി ആയിരിക്കും. അതിപ്പോൾ എനിക്കും പറ്റും. ഞാൻ എൻ്റെ ഒറിജിനൽ ഐ ഡിയിലൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതും. ഓക്കെ, ഇന്ന് എന്നെ വിശ്വസിക്കുന്ന ആളുകളും ക്രീമിനെ വിശ്വസിക്കുന്ന ആളുകളും ഓർഡേഴ്സ് തരുന്നുണ്ട്. സോ ഞാൻ ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ഈ ക്രീം വാങ്ങിക്കോളണം എന്നല്ല, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, സോ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി, ഈ ഒരൊറ്റ ബോട്ടിൽ യൂസ് ചെയ്താൽ മതി, നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലംസും മാറും. അങ്ങനെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള ഒരു എമൗണ്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയും, ജീവിതാവസാനം വരെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്താലേ നിങ്ങൾ നല്ല നിറം വെക്കുള്ളൂ, അല്ലെ ബോഡി മൊത്തം കളർ വെക്കുള്ളൂ എന്ന് ഞാൻ പറയില്ല. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് മൊത്തം യൂസ് ചെയ്യുക. പിന്നെ ഒരു 1-1.5-2 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്ന് ഡള്ളായി തോന്നുന്ന സമയത്ത്, ഡള്ളാവുക മീൻസ് ഓരോരുത്തർ ഓരോ ടൈപ്പിൽ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം കളറുള്ള കുട്ടിയാണെങ്കിൽ കൂടി ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയായാലും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ വർക്കിന് പോകുന്നതായിരിക്കും. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, അത്രയും വെയിലത്ത് നമ്മൾ പ്ലോട്ടിലൊക്കെ പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ആ ടൈമൊക്കെ എങ്ങനെ പോലും സ്കിന്ന് നല്ല ടാൻഡ് ആവും. അതിന് നമ്മൾ എത്ര ലെയറിൽ സൺസ്ക്രീനെ പൊത്തി നടക്കുകയെന്ന് പറഞ്ഞാലും ടാൻഡ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലോണം ഡള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഒരു സൊല്യൂഷൻ ആയത് ഈ ഒരു ക്രീമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എൻ്റെ ഫേസിൽ എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ അത് കോൺഫിഡൻസ് നല്ലോണം ബാധിക്കലുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാവും. ചിലപ്പോൾ ഒരു പിമ്പിൾസ് ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കല വരുമ്പോൾ അല്ലെങ്കിൽ വെയിലടിച്ച് ടാൻ അടിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് കോൺഫിഡൻസ് ലെവലിൽ നല്ലോണം ബാധിക്കും. അപ്പം ഞാൻ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുമാണ് സ്കിന്ന്. ഒരിക്കലും ഒരു ലോക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ നിൽക്കലോ ഇല്ലെങ്കിൽ ഓക്കെ യൂസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നല്ല അതിൻ്റെ അകത്തുള്ള ഇപ്പം അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിന് അറിയാം, ഞാൻ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിലെ കണ്ടൻസ് മൊത്തം നോക്കും, എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവും. ഫുൾ യൂട്യൂബും ഗൂഗിളും ഉപയോഗിച്ച ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുന്ന ഒരാളാണ്. ജസ്റ്റ് ഓക്കെ ഇപ്പോൾ ഒരു സൺസ്ക്രീൻ തീർന്ന് വേഗം പോയി ഷോപ്പിലുള്ള അടുത്തൊരു സൺസ്ക്രീൻ വാങ്ങുക എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ സ്കിന്നിന് വന്നപ്പം അതിന് സൊല്യൂഷൻ ആയത് ഈ ഒരു ക്രീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം സജസ്റ്റ് ചെയ്തത്. ആൻഡ് സോ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങളുടെ സ്കിന്നിന് ഇപ്പം മറ്റൊരുപാട് ക്രീംസ് പുറത്ത് അവൈലബിൾ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, അതിനൊരിക്കലും കമ്പയർ ചെയ്യാൻ ഞാൻ നിൽക്കലില്ല. പക്ഷേ എൻ്റെ ഈ ഒരു ഹയാമീൻ്റെ ക്രീം എനിക്ക് 100% കൂടി നിങ്ങളോട് പറയാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിനെന്ന് പറയാൻ പറ്റും. കാരണം എൻ്റെ വീട്ടിൽ അമ്മ ആയിക്കോട്ടെ, അനിയത്തി ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഇവരൊക്കെ ആഫ്റ്റർ ബിഫോർ റിസൾട്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആഫ്റ്റർ ബിഫോർ റിസൾട്ടൊക്കെ വരുന്ന ഡേയ്സിലൊക്കെ. ഇപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് ഫീഡ്ബാക്ക്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കാണാം. നിങ്ങൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാനിവിടെ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് DM ചെയ്യാം. ആൻഡ് സോ 2 days കൊണ്ട് കൊറിയർ നിങ്ങളുടെ കയ്യിലെത്തും. DTDC വഴിയായിരിക്കും നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഫ്രീ ഷിപ്പിംഗ് ചാർജ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹയാമീനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഹയാമീനെ സപ്പോർട്ട് ചെയ്യുക, ഹയാമി ബ്രാൻഡിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരുപാട് പ്രൊഡക്ട്സ്, നല്ല നല്ല അടിപൊളി പ്രൊഡക്ട്സ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ബ്രാൻഡിൽ വരുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.